കളിച്ചു തുടങ്ങുന്ന സമയത്ത് ചുണ്ടപ്പൂവൊക്കെ ഇട്ട് ഈ പറഞ്ഞ ഒരു കണ്ണൊക്കെ ചുമന്നിട്ടാവും നമ്മൾ ചിലപ്പോൾ. അപ്പോൾ പുച്ഛത്തോടെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അട്ടക്കാരി എന്ന പേരും ഇതൊന്നും കേൾക്കാത്തവരൊന്നുമില്ല, അതൊക്കെ കേട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വളരെയധികം വ്യത്യാസം ആസ്വാദക രംഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. എനിക്ക് ട്രെയിനിൽ ഒരു അനുഭവം ഉണ്ടായത്. ഞാൻ ഉറങ്ങായിരുന്നു, ടിക്കറ്റ് വന്ന് ചോദിച്ചു, ഞാൻ കണ്ണൊക്കെ തുറന്ന് ടിക്കറ്റ്. കഥകളി ആർട്ടിസ്റ്റ് ആണോ? അപ്പൊ ഞാൻ ഒരു ബന്ധമില്ലാത്ത ഒരാള്, ടി കഥകളിയാണ് നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, എവിടെ ഇറങ്ങണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കോട്ടയത്ത് ഇറങ്ങണം. കോട്ടയത്ത് എത്തുമ്പോ ഇറങ്ങുമോ എന്ന് ചോദിച്ചു എന്നോട്. പുള്ളിക്ക് ആകെ ഒരു സംശയം, ഞാൻ നല്ല ഉറക്കാണ്, ഞാൻ വിളിക്കാട്ടോ. എന്നിട്ട് കൃത്യമായിട്ട് കോട്ടയത്ത് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ ഒന്ന് വിളിച്ചു. നമ്മൾ വിചാരിക്കാത്ത തലത്തിലുള്ള ആളുകൾ പോലും നമ്മളെ അറിയുകയും സന്തോഷത്തോടെ കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പൊ. മറ്റേത് ഇത്രയൊക്കെ പഠിച്ചിട്ട് കഥകളി കൊണ്ട് നടക്കണോ എന്ന് ചോദിച്ച ചോദ്യം ഇഷ്ടം പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതില്ല, അതിന്ന് മാറ്റം വന്നിരിക്കണം. എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ സ്പിക് മാക്ക് എന്ന് പറയുന്ന എൻ്റെ ഒരു പാനൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യം പോകുന്നത്. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലാവുന്ന രീതിയിൽ കൊച്ചു കഥകളൊക്കെ ആക്കിയിട്ട്, ഇപ്പൊ ഒരു താമര വിരിഞ്ഞു, വണ്ട് വന്നിരുന്നു, തേൻ കുടിച്ചു, അത് തിരിച്ചുപോയി, വെള്ളത്തിൽ മീൻ ഇങ്ങനെ വന്നു പൊങ്ങി, അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു വരികളിലൂടെ കഥകളി അവരിലേക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന പോലെ അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇവരെ വെരി ഗുഡ് ടീച്ചർ എന്ന് പറഞ്ഞൊരു കുറെ കുട്ടികൾ വന്നിട്ട്, അതല്ല ഐസർ മൊഹാലിയിലാണ് അത്. അവിടെ ആ ടെക്നിക്കലി പഠിക്കുന്ന കുട്ടികൾ കല ആസ്വദിക്കുകയും അതിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നല്ല രസമായിട്ട് തോന്നി.